നാട്ടിലിപ്പോൾ സൈബർ ആക്രമണങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടാത്തൊരു സമയമാണല്ലോ. എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളില്ലെങ്കിൽ തന്നെ വെറുതെ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ സൈബർ ഹൈവേകളിൽ ആക്രമണം നടത്തുക എന്നുള്ളതൊരു രീതിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്തണം ഇത്തരം സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നതിനകത്ത്. ഇപ്പം നമുക്കറിയാം, ഉദ്യോഗസ്ഥ തലത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി, അദ്ദേഹം പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ചുമതല ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു. ഒരുമിച്ച് ജോലി ചെയ്തവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അവരുടെ ഓർമ്മകൾ പുതുക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമല്ലേ? അതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ? മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർ, അവരുമായി ഉണ്ടാകുന്ന സൗഹൃദം, ആത്മബന്ധം, അവർ മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കുക. ഇതിനകത്ത് എവിടെയാണ് തെറ്റ്? അപ്പോൾ അതൊക്കെ ഒരാളുടെ വളരെ വ്യക്തിപരമായ കാര്യമാണ്. ദിവ്യയെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ്. അപ്പം അത്തരത്തിൽ അവർ അവരുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. അതിനൊന്നും അങ്ങനെ ഒരു അറ്റാക്കിൻ്റെ കാരണം തന്നെ ഇല്ല. നമുക്കറിയാമല്ലോ, പല ഘട്ടങ്ങളിലും അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അഭിപ്രായങ്ങളോടൊക്കെ വിയോജിപ്പുകൾ ഉണ്ടാകുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാകാം. അങ്ങനെ വിയോജിപ്പുകളെല്ലാം രേഖപ്പെടുത്താനുള്ള അവകാശവും എല്ലാവർക്കുമുണ്ട്. പക്ഷേ വെറുതെ കാര്യകാരണങ്ങളില്ലാതെ വെറുതെ ഒരാളെ അറ്റാക്ക് ചെയ്യുക, സ്ത്രീ ആണെങ്കിൽ ആ പേര് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദുഃഖകരമാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. അല്ല, ഞാനതിൽ സൂചിപ്പിച്ചല്ലോ, ഒരുമിച്ച് പ്രവർത്തിച്ച 2 പേർ, അതിലൊരാൾ മറ്റൊരു ഉത്തരവാദിത്വത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അദ്ദേഹവുമായി ഉണ്ടായിരുന്ന കാലയളവിൽ എങ്ങനെയായിരുന്നു പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റ് തെറ്റുകളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. ഇല്ല.